കഷ്ടപ്പെട്ട് കയ്യും കാലും പിടിച്ചിട്ടാണ് താമസിക്കാൻ വീട് സംഘടിപ്പിച്ചത്. അതവിടെ നോക്കി. എടാ ഇത് നമ്മുടെ നാളല്ല, ഒരു ദിവസം ഷൂട്ടിങ്ങിനായി വന്ന് നാളെ ഇത് കഴിയുന്നവരെ എന്റെ കൈയും കാലും ഒക്കെ അടക്കി ഒതുക്കി എവിടെയെങ്കിലും വെച്ചോളണം. എന്തിനാടാ വല്ല നാട്ടിലും വന്നിട്ട് നമ്മുടെ നാട്ടിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അതിന് നാളെ ഒരു ദിവസം കൊണ്ട് ഷോർട്ട് ഫിലിം എടുത്ത് തീരുവോ? നാളെ തീരണം, ഇല്ലെങ്കിൽ വേറെ വീട് നോക്കേണ്ടി വരും. ഇവിടെ ഇന്ന് ഒരു രാത്രി മാത്രമേ സമ്മതിക്കുള്ളൂ. അതിനവൻ നാളെ രാവിലെ വരുമോ? എനിക്ക് മറ്റൊന്ന് പണിക്ക് കയറേണ്ടതാണ്. ഡയറക്ടർ അല്ലേ, നാളെ വെളുപ്പിന് എത്തിക്കോളാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വരാതിരിക്കൂ? വരും. ഉന്നത്താഴെ ഇരുത്താതിരുന്നാ മതിയായിരുന്നു. നാട്ടിലൊന്നും ലൊക്കേഷൻ ഇല്ല, ഇത്രയും ദൂരം ഒന്ന് പടം പിടിക്കാനായിട്ട്. പെരുമ്പളത്ത് വെള്ളച്ചാട്ടം ഇല്ലല്ലോ, വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്യാനല്ലേ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ ഒരു അനുഭവമായിട്ട് എടുക്കുന്നേ. വന്നപ്പോ മുതലും എന്താ തിരയണത്? വല്ലതും കളഞ്ഞു പോയോ? വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കണം, ഇവിടെ മൊത്തത്തിലൊരു ഹോറർ ഫീൽ ഇല്ലേ? ഹൊററല്ല, ഹൊറർ. ശരിയാ. ഇപ്പൊ ബാത്റൂമിൽ ടാപ്പ് തുറന്ന് വെള്ളം വീഴുന്നുണ്ടോ? അല്ല, ഹൊറർ പടത്തിലൊക്കെ അങ്ങനെയാണല്ലോ. പുറത്തു നല്ല കാറ്റും ഇരുട്ടും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് മഴ പെയ്യും, ചിലപ്പോ കറണ്ടും പോവും. അയ്യോ, കരണ്ട് പോകുന്നെന്താ പറഞ്ഞത്? അല്ല, ഹൊറർ പടത്തിലൊക്കെ അങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് തമാശ. കണ്ടറിയത്തം കൊണ്ടറിയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എടാ, ആരെങ്കിലും പോയി സാധനം മേടിച്ചിട്ടുണ്ടോ? ഇവിടെ നടന്നു പോകുന്ന ദൂരമുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞത്. ശരിയാ, നമ്മുടെ കൂടെ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയാണ് പുള്ളി വാടക പോലും ഇല്ലാണ്ട് വീട് തന്നത്. തങ്കൂന് പോകാൻ പേടിയാണെങ്കിൽ ഞാൻ പോവാം, എനിക്കറിയാം ബ്യൂറേഴ്സ് എവിടെയാണ്. പേടിയോ? എനിക്കോ? നിങ്ങൾ പഠിക്കാതിരുന്നോ? ഞാൻ പോയിച്ചു വരാം. നേരെ പോയി സാധനം മേടിച്ചോണ്ട് തിരിച്ചു വന്നോ? പരിചയമില്ലാത്ത സ്ഥലമാണ്, നിന്റെ തനി സ്വഭാവം എടുക്കാൻ നിൽക്കുന്നത്. എടാ, ഒന്നും അടിച്ചു മാറ്റരുതെന്ന്. അച്ഛനോട് ആരാ പറഞ്ഞത് ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ? അയ്യോ മോളെ, വാടക കൊടുത്തതൊന്നുമല്ല. ഒരു രാത്രി തങ്ങാനൊരിടം വേണമെന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബിൽ റീൽസ് ചെയ്യുന്നവരാ, ഇവിടുത്തെ അമ്മയുടെ നാട്ടുകാരാ. അതാ. അച്ഛൻ അറിയാവുന്ന ആൾക്കാരാണോ? ഇപ്പോഴത്തെ കാലമാണ്. പരിചയക്കാരാ. പുതിയ വാടകക്കാർ അടുത്ത ആഴ്ചയല്ലേ വരണത്. ഇവർക്കൊരു ദിവസം പരിപാടി ചെയ്തു. നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് പടം പിടിക്കണം, പോണം. അപ്പൊ വെള്ളോടിയും പാട്ടും ഒക്കെ ആയിരിക്കും. ഇവിടെ വല്ല ശബ്ദവും കേട്ടാൽ നല്ല ഒന്നാം തരം എയർ ഗണ്ണിരിപ്പുണ്ടെന്ന് പറഞ്ഞേക്ക്. അവര് ഡീസന്റ് പാർട്ടികളാ. എന്നാലും ഞാനൊന്നിതൊന്ന് സൂചിപ്പിക്കാം. ആ പേരും പറഞ്ഞ് അവരുടെ കൂടെ പോയി വെള്ളമടിച്ച ചിങ്ങ വന്നാല് തങ്കു ഉത്തരവട്ടം തിരിച്ചു വന്നു. അവൻ പോയി കാണിയല, പേടിച്ച് തിരിച്ചു പോന്ന് കാണും. ഞാൻ പോവാ. ആരാ നോക്കിട്ട് തുറന്നാ മതി, വല്ലാത്ത കാലം. ഓണറ വീടിന്റെ ചേട്ടനിരി സാധനം ഇപ്പൊ എത്തും, വാങ്ങാൻ ആള് പോയിട്ടുണ്ട്. ഇവിടെ പേടിക്കാനൊന്നുമില്ലെന്ന്, കള്ളന്മാരും പിടിച്ചു പറിക്കാറും ഒന്നുമില്ല. പരിചയമില്ലാത്ത സ്ഥലമായോണ്ടാ, അല്ലാണ്ട് പേടിയൊന്നുമില്ല. പിന്നെ എന്റെ ഭാര്യയുടെ ഒരു അമ്മാവൻ യാതൊരു കാരണവും കൂടാതെ ഈ വീട്ടിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്. കുറെ കൊല്ലം മുമ്പാ. ഇതൊഴിച്ചാൽ വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഈ പൂക്കാച്ചോല. പൂക്കാച്ചോലയോ? അതെ, ഈ പ്രദേശം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്ത്? പൂക്കാച്ചോലയിൽ റിപ്പർ ആക്രമണം, 6 പേർക്ക് ഗുരുതര പരിക്ക്. 15 മിനിറ്റിനിടയിലാണ് പൂക്കാച്ചോലയിലെ 6 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആക്രമണമുണ്ടായത്. ഒറ്റപ്പെട്ട വീടുകൾ തെരഞ്ഞുപിടിച്ചെന്നോണമാണ് ആക്രമണം. തലക്കിടിയേറ്റ് വീണവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം. അവരിൽ 2 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടതായി അഭ്യൂഹങ്ങളുണ്ട്. പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചു. വീട്ടിൽ മരുമകള് തനിച്ചല്ലേ? അവൾക്കൊരുത്തനെയും പേടിയില്ല. തോക്കെടുത്ത് പ്രയോഗിക്കാനും മടിയില്ല. റിപ്പർ സൂക്ഷിച്ചാൽ മതി. അതുപോലെയാണ് ഞാൻ. ഓർത്തിട്ട് കയ്യും കാലം കിടക്കുന്നു. ഇതുപോലുള്ള ഒറ്റപ്പെട്ട വീടുകളിലാണ് റിപ്പർ കയറുന്നത്. തങ്കു ഇതുവരെ വന്നില്ല.
ഇതെന്തിനാ? ഒറ്റയടിക്ക് അവന് തീർക്കണം. അതാ വന്നെ റിപ്പർ. എനിക്കിതെന്തിനാ? നീതല്ലേ മതി. എനിക്ക് പേടിയാണ്, നിനക്കല്ല പോലെ. അയ്യേ, എനിക്ക് റിപ്പർമാരെ ഇഷ്ടമൊന്നുമല്ല. ഞാനടിക്കാം, നീ ആ വാതിൽ തുറക്ക്, അല്ലെങ്കിൽ അവൻ വാതിൽ വലി പൊളിക്കും. നന്നാക്കാനാണെങ്കിൽ ആശാരിമാരെ പോലും കിട്ടുന്നില്ല, ഒടുക്കത്തെ കൂലി. അതാണോ ഇപ്പോഴത്തെ വിഷയം? ആളിപ്പോകരുത്, തലക്കടിക്കണം, ഒറ്റയടിക്ക് തന്നെ വീഴണം. ഏറ്റു. അടിക്കേട്ടോ, 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 അടിക്കേട്ടോ.